ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്, 2-3 ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവിടെയും ഉണ്ട്, രാത്രിയും പകലും നിൽക്കാത്ത മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ. മോനിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ അവനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ദോശയും കടലക്കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും മഴ ഒന്ന് കുറച്ച് തോർന്നു കേട്ടോ. പിന്നെ കറുത്തിരുണ്ട് വരുന്നുണ്ട് കേട്ടോ. മഴ നിൽക്കാനൊരു ചാൻസും ഇല്ല. എന്തായാലും ഇന്ന് ഫുള്ളും മഴ ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ അതാ ഞാൻ വേഗം പണികളൊക്കെ ഒന്ന് ഒരുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാത്തൂന് വന്നിരിക്കുകയാണ്, 2 ദിവസമായിട്ട് വന്നിട്ട്. ആൾ വന്ന ഒരു വൈബ് തന്നെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും മാങ്ങ മുറിച്ച് കഴിക്കുക കേട്ടോ. മാങ്ങ പഴുത്ത് വീണ് കഴിയാനായി. അപ്പോൾ ഒരു കുറച്ച് 2-3 എണ്ണമൊക്കെ കിട്ടിയിട്ടോ. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാങ്ങ മുറിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും വാരി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ മഴ കനത്ത് പെയ്യാൻ തുടങ്ങിയിട്ടോ. ബാക്കൊക്കെ ആകെ വെള്ളം, എന്താ പറയുക, ഷീറ്റിൽ നിന്ന് വെള്ളം മുഴുവൻ അടുക്കളൻ്റെ ഉള്ളിലേക്ക് വരാനായി. അപ്പോൾ അവിടേക്കൊന്ന് ടാർപ്പായിട്ട് സെറ്റാക്കായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുത്തെ വെള്ളം വീണമെന്ന് നോക്കട്ടെ വേണ്ടി വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. എന്താവോ ഇപ്രാവശ്യത്തെ മഴ എന്താവോ, എന്തൊക്കെ സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒന്നും ദുരന്തമൊന്നും ഇപ്രാവശ്യം ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം നേരത്തെയാണല്ലേ മഴ. മെയ് പകുതി ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ അവിടെ മഴ, എല്ലാവിടെയും മഴ എത്തി. ഏകദേശം കാലാവസ്ഥൻ്റെ ഒരു ടൈമിങ് പറയുമ്പോൾ ജൂലൈയിലേക്കല്ലേ തുടക്കത്തിൽ. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കട്ടെ, കോട്ടൊക്കെ ഇട്ടിട്ട് മഴയത്ത്, താത്തി ചെയ്ത മഴയത്ത് ഞാനും കളിക്കട്ടെ എന്നിട്ട് കളിക്കണം. ഞാനും ജസ്റ്റൊക്കെ ഒന്ന് ഇതാക്കിട്ടോ. പിന്നെ ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് എന്തായാലും മഴയത്തൊന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എല്ലാ പിള്ളേരൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്കൊരു ആഗ്രഹം ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഇപ്പോഴേക്ക് ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിത് വേഗം അടിച്ചു വാരാനൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ അടിച്ചു വാരലാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ തണുപ്പല്ലേ, ഉണങ്ങാനും വഴിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവിടെയും ഒന്ന് വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തവണ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തിട്ട്, വെള്ളം ഇല്ലാണ്ട് തുടച്ചെടുത്തത്, അത് കാരണം ഉണങ്ങി കിട്ടി. അല്ലെങ്കിൽ വെള്ളം അങ്ങനെ ഉണങ്ങാണ്ട് തന്നെ നിൽക്കട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് അവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിരിക്കട്ടോ. അവിടെ വെള്ളം നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ട്, വെള്ളം പുഴ പോലെ ആയിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ പോയപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോകാട്ടോ വിചാരിച്ചിട്ട് ഞാനും പോകുന്നുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് നേരം കളിക്കാൻ വിചാരിച്ചു. പിന്നെ അതാ പിള്ളേർ വരെ ചാട്ടും കളിയൊക്കെ ആയിട്ടോ. അപ്പോൾ അതാ ചെറിയ പിള്ളേരാണെങ്കിലും അതേ വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും കളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വൈബിൽ. പിന്നീടൊക്കെ നമുക്ക് അയ്യോ മഴ എന്താ നിൽക്കാത്ത, മഴ അപകടമാണല്ലോ എന്നൊക്കെ ഒരു തോന്നൽ പിന്നീട് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ ഒരേ കളിയും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കണം. എല്ലാവരും നല്ലോണം നനഞ്ഞു കേട്ടോ, ചളി വിളയെന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുളിച്ചിട്ട് തന്നെ കയറാൻ വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ ജസ്റ്റ് പൂക്കളുടെയൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ അത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് വാപ്പ വന്നത്. വാപ്പ വരുമ്പോൾ ഒരു കവർ നിറച്ച് മിഠായും ലേസും അതുപോലെ കോൽമിഠായും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അപ്പോൾ താത്ത എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. പിള്ളേരാണെങ്കിൽ ഒരേ ബഹളം, എനിക്കത് നിനക്കിത് പറഞ്ഞിട്ട് അവർ ഒരേ തല്ലുകൊള്ളിലാണ് കേട്ടോ. താത്ത എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയായിരുന്നു. പിള്ളേർക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുള്ള അവിടെ വെറുതെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കയറി വരുമ്പോഴേക്കും മിഠായി അത് ഇതെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വാപ്പ കൊണ്ടുവന്ന് മിഠായിയൊക്കെ എല്ലാം റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു 12:30 ആയപ്പോൾ ചായ കുടിക്കണം പറഞ്ഞു. 2 ആൾക്ക് കട്ടൻ ചായയും ഒരാൾക്ക് പാൽ ചായയാണ് കേട്ടോ വെച്ചത്. പിന്നെ അതാ ഞങ്ങളെല്ലാവരും സെറ്റായിട്ട് കുളി നനയൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ ഒരുങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് എന്ന് പറഞ്ഞത് ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തു കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ പണികളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാളിൽ ഒരേ കളിയും ബഹളമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താത്ത വന്ന പ്രത്യേക ഒരു വൈബാണ്. ഓരോ കാര്യങ്ങളും കോമഡിയൊക്കെ അടിച്ച് തള്ളൊക്കെ അടിച്ച് കുറേ നേരം സംസാരിച്ച് ചിരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അൽഫാമിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 1 മണി 1:30 ആയിട്ടും
എത്തിയില്ല കേട്ടോ. എല്ലാവരും വിശന്നു. എന്നാലും കുറേ ചായ കുടിച്ചിട്ട് മിഠായി കഴിച്ചിട്ടൊക്കെ കുറേ കുട്ടികളുടെ പാട്ടൊക്കെ ആയിട്ട് കുറേ നേരം. പിന്നെ ഒരു 1:45 ആയപ്പോഴാണ് കേട്ടോ അൽഫാം വന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട്, കാരണം എല്ലാവരുടെ വയറും ആകെ ചുങ്ങി കിടക്കുകയായിരുന്നു വിശന്നിട്ടിട്ടോ. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ആകെ ഒരു ഇതായിട്ടോ. പിന്നെ അൽഫാം കണ്ടപ്പോൾ ഒന്നും എന്താ പറയുക, അൽഫാം മന്തി കണ്ടപ്പോൾ തന്നെ ആകെ നമുക്ക് ആകെ ഇതായിട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചിട്ടോ. പിന്നെ ഒരു 4-5 മണിയായപ്പോൾ താത്ത പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങിന് ഉണ്ടാക്കിയത് ഉപ്പുമാവും കട്ടനുമാണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ ഒരേ കളിയാണ്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ സാരി എടുത്തിട്ട് എന്തൊക്കെയോ കളിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.